ഞാൻ ഈ മതിമറന്ന് നോക്കി നിൽക്കുന്നത് നമ്മുടെ ഗുരുവായൂരുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഹോട്ടൽ ഹരിവരം യുഗ. ഇത്ര പ്രീമിയം നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇത്. നമുക്ക് കാണുമ്പോൾ നല്ല കോസ്റ്റ്ലി ആയിട്ട് തോന്നും, പക്ഷെ ഇല്ല കേട്ടോ, സാധാരണക്കാർക്ക് പോലും വന്ന് താമസിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് റിസപ്ഷനിൽ ഇങ്ങനത്തെ കുറച്ച് സ്റ്റാച്യൂസ് ഒക്കെ കാണാം. കൃഷ്ണൻ ഉറിയടിക്കുകയാണ് കേട്ടോ, ആനയുടെ മുകളിൽ. നമ്മൾ ഐരാവതത്തിന്റെ മുകളിൽ ഇരുന്ന് ഉറിയടിക്കണൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള കുറേ സ്പോട്ടുകൾ തന്നെ ഈ ഒരു ഹോട്ടലിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഗുരുവായൂരൊക്കെ പോയി തൊഴുന്ന സമയത്ത് നമുക്ക് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നേരെ താഴെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. ഇനി നമുക്ക് ഇവരുടെ 3 കാറ്റഗറി ആയിട്ടുള്ള റൂംസ് കാണിക്കാം കേട്ടോ. ആദ്യം വരുന്നത് ഇങ്ങനത്തെ ഒരു പ്രീമിയം സ്യൂട്ട് റൂമാണ് കേട്ടോ. നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവർ. ക്ലീനിങ് ഒക്കെ ആണെങ്കിലും ഒന്നും പറയേണ്ട ആവശ്യമില്ല. വലിയൊരു മിറർ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഒരു കബോർഡ് ഉണ്ട്. നമ്മുടെ ലഗേജും കാര്യങ്ങളും വെക്കാൻ വേണ്ടി വെരി സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ റൂമിലുള്ളത്. ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ 2 ഫുൾ മിറർ ഉണ്ട്. ലോക്കർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് നമുക്ക് നല്ല ഗ്ലാസ് ഫിനിഷിങ്ങിലൊക്കെ വന്ന് നല്ലൊരു സെപ്പറേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഇടപഴകുന്നതാണ്. ലേഡീസ് സ്റ്റാഫ്സും ഉണ്ട് കേട്ടോ. അതുപോലെ ഓൺലൈൻ ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള റൂമാണ്. ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സോഫ, TV എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മിനി ഫ്രിഡ്ജും കൂടെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ബെഡ്റൂമിലേക്ക് വരുന്നു. ഇവിടെയും ഇതുപോലെ തന്നെ ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു കാര്യം ഞാൻ 100% ഉറപ്പ് പറയണം, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഗുരുവായൂർ ഉത്സവമൊക്കെ തുടങ്ങായി. നിങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് നോക്കൂ ഒരു പ്രാവശ്യമെങ്കിലും, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. പിന്നെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ നമുക്ക് ഒന്ന് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഫ്ലോറിൽ തന്നെ ഇങ്ങനെ 3 ബാൽക്കണീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുക്കാൻ വേണ്ടി പറ്റും. നല്ലൊരു സീനറിയാണ്, നല്ലൊരു ഫ്രഷ് എയറും കിട്ടും. ഇനി ഇവരുടെ തന്നെ ഒരു റെസ്റ്റോറന്റ് ആണ്, നേരെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ തിരിഞ്ഞാലും നമുക്ക് കുട്ടി പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എവിടെ തിരിഞ്ഞാലും ഇവിടെ ഒരു ഫ്രെയിം വെക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് അമ്പലത്തിൽ പോയി വന്ന അപ്പം തന്നെ നമുക്കൊരു മസാല ദോശ കഴിക്കും. ഇവരുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ കല്യാണങ്ങളും മറ്റു ഫംഗ്ഷനും നടത്താൻ വേണ്ടിയിട്ട് ഒരു ഓഡിറ്റോറിയം കൂടി ഉണ്ട്. തെക്കേ നടയിൽ ദേവകി തിയേറ്ററിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഹോട്ടൽ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ ഗുരുവായൂർ വരുമ്പോൾ ഒരു ദിവസം എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യൂ, നിങ്ങൾക്ക് ഇഷ്ടാവും.